കുറേ ദിവസങ്ങളായി റാഗി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് വെച്ചിട്ട്. എന്നിട്ട് ഇന്ന് ഞാൻ കൊണ്ടുപോയി അത് പൊടിപ്പിച്ചെടുത്തു കേട്ടോ. അതിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഞാനത് അരിച്ചെടുത്ത് മാറ്റി വെച്ചേ. കുറച്ചെടുത്ത് പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടുപൊടിക്കും വേണ്ടി എടുത്ത് മാറ്റി വെച്ചു. അതിൻ്റെ കൂടെ നമ്മൾ മുട്ടക്കറിയാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ ഇന്ന് ഉണ്ടാക്കണേ. സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടികളും എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകട്ടോ ചെയ്യണം. 3-4 വിസിലടുപ്പിക്കും. ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കും കേട്ടോ. 3-4 വിസിലടിക്കുമ്പോഴത്തേനും നമ്മൾ വഴറ്റുമൊന്നും വേണ്ട, നല്ല ടേസ്റ്റിലുള്ള ഉള്ളിക്കറി നമുക്ക് റെഡിയായി കിട്ടും. സാധാ ഇടിയപ്പം ഉണ്ടാക്കണ പോലെ തന്നെയാണ് നമ്മൾ ഇതും ഉണ്ടാക്കണം. തിളച്ച വെള്ളം ഉപയോഗിച്ച് കുഴയ്ക്കണം. പക്ഷേ അരി നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചാലും അരിയുടെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടല്ലോ, പക്ഷേ ഇതിനങ്ങനെയല്ല, ഭയങ്കര സോഫ്റ്റ് ആവും കേട്ടോ റാഗി. പിന്നെ റാഗി വെന്ത് കഴിയുമ്പോൾ ഭയങ്കര ഡാർക്ക് കളറാവും. അതാണ് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. നോക്കി നല്ല വ്യത്യാസമുണ്ട്. പിന്നെ സാധാരണ ഗതിയിൽ ഇങ്ങനെ ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകിട്ട് മിക്കവാറും ഇടിയപ്പം ചീത്തയാവാറുണ്ട്. ഈ ഇടിയപ്പത്തിന് അങ്ങനെയൊന്നും ചീത്തയാവത്തില്ല കേട്ടോ. അത് തേങ്ങ ഇടണോണ്ടാണ് ചീത്തയാണെന്ന് പലരും പറഞ്ഞു. പക്ഷേ ഇത് ഞാൻ തേങ്ങ ഇട്ട് നോക്കിയിട്ടും എനിക്ക് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും അത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയേക്ക് നോക്കണം കേട്ടോ.